ഡിവൈഎഫ്ഐയിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയിൽ തുടരാനുള്ള ഒരു പ്രായപരിധി നേരത്തെ 40 വയസ്സായിരുന്നു. ഇപ്പൊ അത് 38 കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ ഒരു പ്രതിഷേധം ചെറിയ രീതിയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? സത്യത്തിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ പ്രായപരിധി 40 ആയിരുന്നു, കുറച്ചു. അതിന് ചില സ്ഥാപിത താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എം വി ഗോവിന്ദൻ മാഷിൻ്റെ ധിക്കാരപരമായ സമീപനം, എം വി ഗോവിന്ദൻ മാഷ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില മുരട്ട് തത്വവാദങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പ്രതിഷേധത്തിന് കാരണമായത് എന്ന് നമുക്ക് അറിയാം. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് വരുമ്പോൾ വി കെ സനോജ്, വി വസീഫ് അടക്കമുള്ളവർ SFIയുടെ DYFIയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അടുത്ത സമ്മേളനത്തോടെ അടുത്ത വർഷം ആണെന്ന് തോന്നുന്നു DYFIയുടെ സമ്മേളനം നടക്കുക. അപ്പോൾ DYFIയിൽ ആ സമ്മേളനം നടക്കുന്ന സമയത്ത് ചിന്താ ജെറോമിനെ പോലെയുള്ള ആളുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം, എന്തുകൊണ്ട് DYFI ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. DYFI എന്ന് പറയുന്ന സംഘടന ഇന്ന് നിലനിൽക്കുന്ന പല നേതാക്കന്മാരെയും, ഇപ്പം നമുക്കറിയാവുന്ന പോലെ A.A. റഹീം, നമ്മുടെ മുഹമ്മദ് റിയാസ്, M. സ്വരാജ്, ഇങ്ങനെ തുടങ്ങി ഒരു പിടി വലിയ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയായിരുന്നു. ഒരു പിടി വലിയ നേതാക്കന്മാർ, ശക്തരായ നേതാക്കന്മാരെന്നൊക്കെ പറയും. ഇവരെങ്ങനെ വന്നു? ഈ വന്ന DYFIയിൽ അംഗത്വം എടുക്കുന്നതിൻ്റെ ഏജ് ക്രൈറ്റീരിയ 15 വയസ്സ് മുതൽ എനിക്ക് തോന്നുന്നു 40 വയസ്സ് വരെ ആയിരുന്നു ക്രൈറ്റീരിയ. അവിടെ നിന്നാണ് ഈ 37 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 38 എന്ന് പറയുന്ന പ്രായപരിധിയിലേക്ക് കുറയ്ക്കുന്നത്. ഇത് ഏകപക്ഷീയ തീരുമാനമാണ്. അത് എന്തുകൊണ്ട് 40 തന്നെ നിലനിർത്തുന്നില്ല? 40 എത്തുമ്പോൾ എല്ലാവരും കളവന്മാരാകും. ഇവിടെ ഗോവിന്ദൻ മാഷ് അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞു. ഇതിന് ഈ പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അപ്പം പലരെയും ഒതുക്കുക. കുറേയധികം ഞാൻ ഈ പറഞ്ഞ പോലെ സനോജുണ്ട്, വസീഫുണ്ട്, അങ്ങനെ തുടങ്ങി കുറച്ച് നേതാക്കന്മാരുണ്ട്. ഇവരുടെ ആ ഒരു കാറ്റഗറി വരുന്ന കുറെ DYFI നേതാക്കന്മാരുണ്ട്, ഭാരവാഹികളുണ്ട്. ഇവരെ ഒതുക്കുക. നേട്ടം എന്താ? നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോവിന്ദൻ മാഷിന്റെ ഒരു ക്ലച്ചസിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നത്. DYFI എന്ന് പറയുന്ന സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ DYFI എന്ന് പറയുന്നത് എപ്പോഴും CPIന്റെ ഒരു പോഷക സംഘടന എന്ന് പറയും, അതിൻ്റെ ഒരു യുവജന സംഘടനയാണ്. എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാ കാലത്തുമുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് ഏറ്റവും ഗുണകരമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം നൽകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എപ്പോഴും ഈ പോഷക സംഘടന. അതുകൊണ്ടാണ് ഇതിനെ പോഷക സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പം DYFI യുവജന സംഘടനയാണ്. അതെ, DYFI എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചെറുപ്പക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇവർക്ക് സമരം ചെയ്യാൻ ഇറങ്ങാൻ പറ്റും, ഇവർക്ക് പാർട്ടിയുടെ പ്രചരണം നടത്താൻ പറ്റും, ഇവരെ കൊണ്ട് മാത്രമേ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. ഇവരാണ് പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് ആളെ കൂട്ടുന്ന ആരാണ്? അവിടെ 50-60 വയസ്സ് കഴിഞ്ഞ കിളവന്മാർ ഓടി നടന്നിട്ടല്ല ഈ പാർട്ടിക്ക് ആളെ കൂട്ടുന്നത്. ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതും വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്നതും DYFIക്കാർ കുട്ടികളാണ്. DYFIക്കാർ തന്നെയാണ് ഇതിനു വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ 15 മുതൽ ഈ 40 വയസ്സ് വരെ എന്ന് പറഞ്ഞപ്പോൾ 18 വയസ്സ് മുതൽ മേലോട്ട് നോക്കിക്കോട്ടെ, ഇവരെല്ലാവരും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിയാൽ കാണാം, ഇവരെല്ലാവരും ഫീൽഡിലുണ്ട്, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോകുന്നു. ഈ എന്താ ഈ 40 വയസ്സ് വരെ ചുറുചുറുക്കോട് ഓടിച്ചാടി നടക്കാൻ പറ്റും. ഇവർക്ക് ഓരോ കാര്യങ്ങളും വളരെ കണ്ണിങ് ആയിട്ട് ഓടി നടന്ന് അവിടെ പോകുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു. ഈ സ്ഥാനാർത്ഥികൾ എത്ര പേര് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്? നമ്മൾ ഓരോ എടുത്ത് പരിശോധിച്ചു, ഈ 140 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞോളൂ, സ്ഥാനാർത്ഥി വന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന ചരിത്രം നമ്മുടെ ലൈഫിലുണ്ടായിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതിന് DYFIക്കാർ യൂണിറ്റ് കമ്മിറ്റി വിളിക്കും, അല്ലെങ്കിൽ മേല കമ്മിറ്റി വിളിക്കും. മേല കമ്മിറ്റി വിളിച്ചിട്ട് പറയുകയാണ് ഇതിൻ്റെ പോസ്റ്റർ ഇത്ര നിങ്ങൾ ചെയ്തിരിക്കണം. ഓടുകയാണ്, ഇറങ്ങി പോസ്റ്റർ എടുക്കുന്നു, അടിക്കുന്നു, ബാനർ കിട്ടുന്നു, ഒട്ടിക്കുന്നു. രാത്രി ഉറക്കം നിന്നിട്ട് ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പോട്ടെ, ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ചെന്നിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇപ്പോൾ PR വർക്ക് എന്ന് പറയുന്ന പുതിയ ശ്രദ്ധ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വീഡിയോ ആൾക്കാർ വരുന്നു, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നു, പണം കൊടുക്കുന്നു. അവിടെ ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ പൈസ ഇല്ല. പിന്നെ ഈ പൈസ എവിടെ പോകുന്നു? ഒരു PR ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു PR ടീമിന് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പൈസ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് DYFI പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഘടനയുള്ളത്? അപ്പോൾ എന്ത് ചെയ്യും? DYFIയിലെ കുട്ടികൾ ഇറങ്ങും, DYFIയിലുള്ള യുവാക്കൾ ഇറങ്ങിയിട്ട് ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും ക്യാമറ എടുത്തുകൊണ്ട് PR വർക്ക് ചെയ്യും. ഇതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും 50 വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും കിളവന്മാർ ആരെങ്കിലും ആണോ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്?
അവരിറങ്ങി അവരിരിക്കുന്ന അവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ അവർക്ക് പിന്നെ ഇത് കെട്ടിയിട്ടുണ്ടാവും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ 3-4 ചുവന്ന കസേരയും പിടിച്ചിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഇവർക്ക് പിന്നെ അനുഭാവമുള്ള ഏതെങ്കിലും ടീമുകളെ പോയി കണ്ട് ആ പൈസ പിരിക്കും. അല്ലാതെ ബാക്കി രസീത് കുറ്റിയും കൊണ്ട് ഓടുന്നതാണെങ്കിലും എല്ലാത്തിനും ഈ ചെറുപ്പക്കാരാണ് ഓടേണ്ടത്. എന്നിട്ട് ഈ ചെറുപ്പക്കാർക്ക് പ്രായം കൂടിപ്പോയത്ര 40 വയസ്സ് കൂടുതലാണെന്ന്. എന്തൊരു വിവരക്കേടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. 40 വയസ്സ് പിന്നെ കൂടുതലാ ഒരു ചെറുപ്പക്കാരനെ അയാൾ DYFI എന്ന് പുറത്താക്കാൻ. അപ്പോൾ ഇത് വരുമ്പോൾ കേരളത്തിലെ മെമ്പർഷിപ്പിൽ നിന്നും ഒരു വലിയ വിഭാഗം DYFI എന്ന് പുറത്താകും. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ DYFIയുടെ പ്രധാനപ്പെട്ട ഞാൻ ഈ പറഞ്ഞ സനോജ് അടക്കമുള്ള വസീഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഒരുപാട് പേർ നമ്മൾ പ്രതീക്ഷിക്കാത്തത്രയും ആൾക്കാർ പുറത്തേക്ക് പോകാൻ പോവുക. ഇത് ഉണ്ടാകാൻ പോകുന്നൊരു വേറൊരു പ്രതിസന്ധിയുണ്ട്. 40 വയസ്സ് 45 വയസ്സ് 50 വയസ്സ് വരെയൊക്കെ യുവമോർച്ചയിൽ ഇരുന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ. ഇവിടെ ഈ യുവമോർച്ച എന്ന് പറയുന്ന ഒരു ഇതിൽ പ്രായപരിധി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്ട്രിക്റ്റ് അല്ല. ഇത് സ്ട്രിക്റ്റ് ആക്കുമ്പോൾ വരുന്ന പ്രശ്നം അതാ. ഒരു 40-41 വയസ്സ് വരെയൊക്കെ എന്തുകൊണ്ട് DYFI കൊടുത്തുവിടാം? സിമ്പിളല്ലേ? 41 വയസ്സ് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ DYFIക്ക് സ്വാഭാവികമായി പുറത്തേക്ക് പോകണം. ഇവർക്ക് എന്നാൽ CPM-ലേക്ക് വന്ന് ഇവർക്ക് ചുമതലകൾ കിട്ടുമോ? അതുമില്ല. അതായത് ഇപ്പോൾ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാലേ അവർക്ക് ചുമതലകൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരിക്കും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിഷിപ്പ് കാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന വിഭാഗം ഉണ്ടാവും. അവരെന്ന് പറഞ്ഞാൽ എത്ര 50, 55, 60, 65 ഈ പ്രായം കഴിഞ്ഞ ആൾക്കാരെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി. ഇതേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരാളായിരിക്കും പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഇതേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി. അപ്പം എന്താ എല്ലാം എബോവ് 50 50 വയസ്സിന് മേളില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ അതേസമയം നമ്മൾ നോക്കുകയുള്ളൂ. ഈ 40 വയസ്സ് വരെ വരുമ്പോഴുള്ള ഗുണം എവിടെയാണെന്നറിയോ? യൂണിറ്റ് കമ്മിറ്റിയിൽ വരുന്ന ഒരാൾക്കൊരു 40 വയസ്സുണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റിയിൽ ഇതിനെക്കാട്ടി ചെറുപ്പമുള്ള 10-25 വയസ്സുള്ള ഒരാളായിരിക്കും യൂണിറ്റ് സെക്രട്ടറിയായിട്ട് വരുന്നത്. മേഖല സെക്രട്ടറിയായിട്ട് വരുമ്പോൾ ഒരു 35-നും 40-നും ഇടയിൽ പ്രായമുള്ള ഒരാൾക്ക് മേഖല കമ്മിറ്റി സെക്രട്ടറിയായിട്ട് ഇരിക്കാൻ പറ്റും. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഇതേ പ്രായത്തിലുള്ള ഒരാൾക്ക് ഏരിയ കമ്മിറ്റിയിൽ ഇരിക്കാൻ പറ്റും. അതായത് ഒരു ഭാരവാഹിത്വത്തിൽ ഇരിക്കാൻ പറ്റും. ഈ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവർക്കൊരു സംസ്ഥാന അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നേ. DYFIക്കാരെല്ലാം പിന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഉള്ള പ്രശ്നം ഇങ്ങനെ പടവുകളിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത CPM-ലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ? CPM-ൽ ഇവർ പോകുന്നത് നേരെ ബ്രാഞ്ചിലേക്കാണ്. നേരെ ബ്രാഞ്ച് കമ്മിറ്റി മാത്രമാണ്. എന്നിട്ട് ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിച്ച് പരിചയം വന്നാലേ ഇവർക്ക് മേഖല പിന്നെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരൂ. എന്നിട്ടേ ഇവർക്ക് ഏരിയ കമ്മിറ്റിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവരുടെയൊക്കെ പ്രവർത്തനം എവിടെ പോയി അവസാനിക്കും? ഇവരുടെയൊക്കെ പ്രവർത്തനം 38 വയസ്സാകുമ്പോഴത്തേ ഇറങ്ങി കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യണം? ഇവര് അതുകൂടെ പറയണ്ടേ? ഈ പ്രായം കഴിഞ്ഞ് 38 വയസ്സാവുന്ന 38 എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ എഴുതുന്ന പോലും പത്രക്കാർ എഴുതുന്ന പോലും എങ്ങനെയാണ് 40 വയസ്സുള്ള ഒരാളെ യുവാവെന്ന് എഴുതുന്നത്. 50 വയസ്സ് വരെ യുവാവെന്ന് നമ്മൾ എഴുതണം. ഇതാണ്. അല്ലാതെ പിന്നെ മധ്യവയസ്കരെന്ന് എഴുതാൻ പാടില്ല. 55 വയസ്സ് കഴിഞ്ഞാൽ എന്തോ മധ്യവയസ്കരെന്ന് എഴുതാം. വാർദ്ധക്യം കഴിയണമെങ്കിൽ ഏകദേശം 70 വയസ്സ് കഴിയണം വൃദ്ധനെന്ന് വിളിക്കാൻ. അത്യാവശ്യം നമ്മുടെ ചില നടന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യം പറയണമെങ്കിൽ ഇനിയും അവർക്ക് 10-25 വർഷം കൂടെ അധികം ഉണ്ടെന്ന് തോന്നും നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ 40 വയസ്സ് എന്ന് പറയുന്ന അല്ലെ 38-ാമത്തെ വയസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ജില്ലാ സെക്രട്ടറി DYFI ജില്ലാ സെക്രട്ടറി ആവേണ്ട ഒരാൾ ഈ 38-ാമത്തെ വയസ്സിൽ ഈ ഏജ് ഇത് വന്നു കഴിയുമ്പോൾ ഇവർ നേരെ താഴേക്ക് പോരുക. താഴേക്ക് വന്ന് ഇവർ നേരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് പോയി ചാടുകയാണ്. അല്ലാതെ ഇവർ ഏരിയ കമ്മിറ്റിയിലേക്ക് വരുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഇതിൽ നിന്നുകൊണ്ട് ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റി എന്നുള്ള നിലയിലേക്ക് ഇവർ വളരണം. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാൾ അപ്പോഴും CPM-ന്റെ ലോക്കൽ പിന്നെ ഏരിയ കമ്മിറ്റിയിലായിരിക്കും മിനിമം ഉള്ളത്. ഇവിടെ വരുമ്പോൾ ഇവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഗ്രോത്ത് അവിടെ അവസാനിക്കും. പൊളിറ്റിക്കൽ ഗ്രോത്ത് അവസാനിക്കുക. പിന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അവർ ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ കമ്മിറ്റി അംഗമായതിനു ശേഷം എന്നിട്ട് സംസ്ഥാന കമ്മിറ്റിയിലും ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ അവർക്ക് സംസ്ഥാന കമ്മിറ്റി അംഗമാകാൻ പറ്റും. അപ്പോൾ ഇവർക്ക് എന്തോരം പിന്നെ വളരേണ്ടി വരും. അപ്പോൾ ആ ഒരു വളർച്ച ഏകദേശം അങ്ങനെ വരുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇത് പ്രതീക്ഷിച്ച് ഇപ്പം നമ്മൾ സംസ്ഥാന കമ്മിറ്റിയെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരും പുറത്താവും. സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഈ DYFIയിലെ ഭാരവാഹികൾ കുറേ പേര്, ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും കുറേ പുറത്താവും. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രൂട്ടണി വരും. സ്ക്രൂട്ടണി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി ഇങ്ങോട്ട് കുറച്ച് താഴോട്ട് വന്നു കഴിയുമ്പോഴേക്ക് അടുത്ത പിന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കുറച്ച് പേര് പുറത്താവുന്നു. അത് കഴിയുമ്പോൾ കുറച്ച് പേര് മേഖലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താവുന്നു. പിന്നെ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താവുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ കമ്മിറ്റികളിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാവും, അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ നടക്കും. ഈ 38 വയസ്സ് ക്രൈറ്റീരിയ. അപ്പം 39 ഉള്ളവരുണ്ടാവും, 40 ഉള്ളവരുണ്ടാവും. അപ്പം 3 ടൈപ്പ് കാറ്റഗറി ആൾക്കാരാണ് പുറത്താവുന്നത്.
38 തികയുന്ന ആൾക്കാർ, 39 തികയുന്ന ആൾക്കാർ, 40 തികയുന്ന ആൾക്കാർ. ഇങ്ങനെ നോക്കുമ്പോൾ 3 കാറ്റഗറിയിൽപ്പെട്ട യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എത്ര ആയിരം ആൾക്കാർ DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് വെളിയിലാകുമെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് തോന്നും? എന്നെ ഒഴിവാക്കി വിട്ട, അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രതിഷേധം ഉണ്ടാകുന്നത്. സ്വാഭാവികമാണ്. എന്നെ ഒഴിവാക്കി വിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ എന്തിനു പ്രവർത്തിക്കണം? എൻ്റെ കഴിവും എൻ്റെ ഇതും കണ്ടിട്ട്, ബോൾഡ്നെസ്സും കണ്ടിട്ട് എന്നെ കൺസ്യൂം ചെയ്യാനിരിക്കുന്ന മറ്റ് സംഘടനകളിലേക്ക് അവർ പോകും. അപ്പം MP ഗോവിന്ദൻ മാഷിൻ്റെ ഈ തീരുമാനം തെറ്റാണ്. കാര്യം നിലവിൽ എന്താണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യം മുന്നോട്ട് പോവുക. അത് അവരെ ആക്സെപ്റ്റൻസ് ഉള്ളവരാണ്. ഒരുപക്ഷെ അടുത്ത സമ്മേളനം കഴിയുമ്പോൾ ഈ 40 വയസ്സായി നിൽക്കുന്ന അല്ലെങ്കിൽ 39 വയസ്സായി നിൽക്കുന്ന ആള് അടുത്ത സമ്മേളനം കഴിയുമ്പോൾ 40ലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ഒരാളായിരിക്കും. ഈ നിലവിലുള്ള സംസ്ഥാന സെക്രട്ടറി ഒഴിഞ്ഞു പോകുമ്പോൾ അയാൾ സെക്രട്ടറി ആവേണ്ടതായിരിക്കും. അപ്പോഴാണ് ഈ വരുമ്പോൾ ഇയാളുടെ ആ സ്ഥാനമൊക്കെ നഷ്ടപ്പെടുക. DYFIയിലേ ഇല്ല. അപ്പം അതുണ്ടാക്കുന്ന ഒരു 40 വയസ്സെത്തുമ്പോൾ DYFIക്കാർ മറ്റു പാർട്ടിയെ പോലല്ല. DYFIക്കാർ സ്വയം ഒരു തീരുമാനത്തിലെത്തും. അവർ 40 വയസ്സായി കഴിയുമ്പോൾ ഞാൻ ഈ തവണയും കൂടെ ഉള്ളൂ DYFIയിൽ എന്ന് പറയുന്നൊരു ബോധം DYFIക്കാർക്ക് പൊതുവെ ഉണ്ടാവും. അപ്പം അവർ സ്വാഭാവികം എന്നോണം അടുത്ത സ്ക്രൂട്ടണി വരുമ്പോഴേക്ക് ഞാൻ പുറത്താണേ, ഞാൻ DYFI ഇറങ്ങുകയാണ്, ഇനി മുതൽ ഞാൻ CPMൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് അതിൻ്റെ ഉചിതം. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയിൽപ്പെട്ട ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ പുറത്തേക്ക് പോകുന്നു. അപ്പം ഇത് വലിയ ദോഷം ചെയ്യും. ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യും. DYFI എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യും. ഇവരാരും പിന്നീട് പുറത്താക്കുമ്പോഴുള്ള പ്രശ്നം, ഇവരാരും പിന്നെ സംഘടനയിലായിട്ട് പ്രവർത്തിക്കത്തില്ല. നിങ്ങൾ 38 വയസ്സിൽ നിൽക്കുന്ന ആൾ 2 വർഷം കൂടെ DYFI തുടരാമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അത് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ആ സംഘടന നിൽക്കുമോ? ഇല്ല. അവർ പിന്നെ ഈ DYFI എന്ന് മാത്രമല്ല CPMൽ നിന്ന് പോലും അവർ പുറത്തേക്ക് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയി യുവാക്കളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് DYFI അവസാനിക്കും. അപ്പൊ തൊട്ടടുത്ത വർഷം അന്നേരം അതേ കേട്ട പേരുദോഷം തന്നെ വീണ്ടും കേട്ടോണ്ടിരിക്കും. ഇത് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഗോവിന്ദൻ മാഷിന് ഇപ്പം പ്രതിഷേധിക്കാൻ DYFIക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷ് പെടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാഷിനെ ഗോവിന്ദൻ മാഷിന് ശക്തമായ എതിർപ്പ് താഴേക്കിടയിൽ നിന്നുള്ള പ്രവർത്തകർ മുതൽ അങ്ങ് നേതാക്കന്മാർക്കിടയിൽ വരെ ശക്തമായ എതിർപ്പുണ്ട്. കാര്യം ഗോവിന്ദൻ മാഷിനെ പോലെ ഒരാൾ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഗോവിന്ദൻ മാഷിന് തന്നെ പണികിട്ടാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇത് ശക്തമായൊരു പ്രതിഷേധമായി മുന്നോട്ട് പോകും. ഇത് യുവാക്കൾക്കെതിരായി നടക്കുന്ന കടുത്ത അനീതി തന്നെയാണ്. അവരെ കൺസ്യൂം ചെയ്യുക യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ അവർ അങ്ങോട്ട് പോയില്ലേ? നല്ല കരുത്തരായ കുട്ടികളാണ് അവർ, നല്ല കരുത്തരായ ആൾക്കാരാണ്. പിന്നെ യുവമോർച്ചക്കാർ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്കൊരു 45 വയസ്സ് വരെ, അവരുടെ ഒരു ഏജ് ക്രൈറ്റീരിയ അങ്ങ് മാറ്റും. 45 വയസ്സ് ഇവർ വീണ്ടും അത്രയും കാലം വർക്ക് ചെയ്തിട്ട് യുവമോർച്ച ചെന്ന് കഴിഞ്ഞാൽ ഇവരെ കൊത്തിയെടുത്ത് അടുത്തവണ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ ഒരു സാഹചര്യങ്ങളും അവസരങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് മറ്റ് സംഘടനകൾ തയ്യാറായാൽ ഉറപ്പായും ഈ പ്രതിഷേധത്തിൻ്റെ തുടർന്ന് ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിലുണ്ടാകും.